ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ മഹിമ. എൻ്റെ പേര് മെറിൻ. ലോഗോസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വീണ്ടും കടന്നു ചെല്ലുവാനും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശിതപൂരിതമാക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ആദ്യം ലോഗോസ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ നോക്കാം. ജൂൺ 1 മുതൽ ജൂലൈ 31 വരെയാണ് ലോഗോസ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ലോഗോസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ 9495668896 നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഈ നമ്പറിൽ കോൾ ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുണ്ടത്തിക്കോട് ഇടവകയിലെ ലോഗോസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവൂ. 20 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇനി ഈ പ്രാവശ്യത്തെ പഠനഭാഗങ്ങൾ: ന്യായാധിപന്മാർ 11 മുതൽ 21 അധ്യായം വരെ, പ്രഭാഷകൻ 41 മുതൽ 50 അധ്യായം വരെ, ലൂക്ക 17 മുതൽ 24 അധ്യായങ്ങൾ വരെ, പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെ അധ്യായങ്ങൾ വരെ. ന്യായാധിപന്മാർ 11 അധ്യായമാണ് പഠിക്കുന്നത്. ഈ അധ്യായം നമുക്ക് പരിചയപ്പെടാം. ഈ അധ്യായത്തിൽ പറയുന്നത് ജെഫ്തയുടെ കഥയാണ്. ജെഫ്ത ഒരു ശക്തനായ യോദ്ധാവും ഇസ്രായേലിലെ ന്യായാധിപനുമായിരുന്നു. അമോന്യരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ നയിക്കാൻ ജനങ്ങൾ ജെഫ്തയെ വിളിക്കുന്നു. ജെഫ്ത പറഞ്ഞു, ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിലിക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. ജെഫ്ത യുദ്ധം ജയിച്ചതിന് ശേഷം മടങ്ങി വരുന്നു. ജെഫ്തയുടെ മകൾ നൃത്തം ചെയ്ത് എതിരേൽക്കാൻ വരുന്നു. പ്രതിജ്ഞ പാലിക്കാൻ നിർബന്ധിതനായ ജെഫ്ത മകളെ യാഗം കഴിക്കുന്നു. ഈ അധ്യായത്തിൽ ജെഫ്തയുടെ വിശ്വാസവും പ്രതിജ്ഞയുടെ ഗൗരവവും എടുത്തു കാണിക്കുന്നു. ഈ അധ്യായത്തിൽ നിന്ന് വരാവുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം 1: ന്യായാധിപന്മാർ 11 അധ്യായം ആരുടെ കഥയാണ് പറയുന്നത്? ഓപ്ഷൻ എ മോശ, ഓപ്ഷൻ ബി ജെഫ്ത, ഓപ്ഷൻ സി ദാവീദ്. സിസ്റ്റർ, ഓപ്ഷൻ ബി ജെഫ്തയാണോ? അതെ. ചോദ്യം 2: ജെഫ്ത ഇസ്രായേലിലെ ഒരു ഡാഷ് ആയിരുന്നു. ഓപ്ഷൻ എ രാജാവ്, ഓപ്ഷൻ ബി പുരോഹിതൻ, ഓപ്ഷൻ സി ന്യായാധിപൻ. സിസ്റ്റർ, ഓപ്ഷൻ സി ന്യായാധിപന്മാർ ആണോ? അതെ. ചോദ്യം 3: ഇസ്രായേലിനെ നയിക്കാൻ ജനങ്ങൾ ജെഫ്തയെ വിളിച്ചത് ഏത് ജനതയുമായുള്ള യുദ്ധത്തിലായിരുന്നു? ഓപ്ഷൻ എ ഫെലിസ്ത്യർ, ഓപ്ഷൻ ബി അമോനിയർ, ഓപ്ഷൻ സി അമലേക്യർ. സിസ്റ്റർ, ഓപ്ഷൻ ബി അമോനിയർ ആണോ? അതെ. ചോദ്യം 4: യുദ്ധത്തിന് പോകും മുൻപ് ജെഫ്ത കർത്താവിനോട് ചെയ്ത പ്രതിജ്ഞ എന്തായിരുന്നു? ഓപ്ഷൻ എ യുദ്ധത്തിൽ വിജയിച്ചാൽ ഒരു വലിയ ബലി അർപ്പിക്കും. ഓപ്ഷൻ ബി യുദ്ധം ജയിച്ചാൽ ആദ്യം കാണുന്നതിനെ ദഹനബലിയായി അർപ്പിക്കും. ഓപ്ഷൻ സി യുദ്ധം ജയിച്ചാൽ ഒരു പുതിയ ആലയം പണിയും. ഓപ്ഷൻ സി യുദ്ധം ജയിച്ചാൽ പുതിയ ആലയം പണിയും. അല്ല, ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി യുദ്ധം ജയിച്ചാൽ ആദ്യം കാണുന്നതിനെ ദഹനബലിയായി അർപ്പിക്കും. ചോദ്യം 5: യുദ്ധം ജയിച്ച ശേഷം ജെഫ്തയെ എതിരേൽക്കാൻ വന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ഒരു കൂട്ടം സൈനികർ, ഓപ്ഷൻ ബി ജെഫ്തയുടെ ഭാര്യ, ഓപ്ഷൻ സി ജെഫ്തയുടെ മകൾ. ഓപ്ഷൻ എ ഒരു കൂട്ടം സൈനികർ. അല്ല, തെറ്റാണ്. ഓപ്ഷൻ സി ജെഫ്തയുടെ മകൾ. ചോദ്യം 6: ജെഫ്ത ഏത് ദേശക്കാരനായിരുന്നു? ഓപ്ഷൻ എ ബെത്ലേഹം, ഓപ്ഷൻ ബി മിസ്പ, ഓപ്ഷൻ സി ഗാസ. ഓപ്ഷൻ സി ഗാസ. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി മിസ്പ. ചോദ്യം 7: ജെഫ്തയുടെ അമ്മ ആരായിരുന്നു? ഓപ്ഷൻ എ ഒരു വേശ്യ, ഓപ്ഷൻ ബി ഒരു ഇസ്രായേലി സ്ത്രീ, ഓപ്ഷൻ സി ഒരു അമോനിയ സ്ത്രീ. ഓപ്ഷൻ എ ഒരു വേശ്യ. ശരിയാണ് ഉത്തരം. ചോദ്യം 8: ജെഫ്തയെ കുടുംബത്തിൽ നിന്ന് ആരാണ് പുറത്താക്കിയത്? ഓപ്ഷൻ എ അവൻ്റെ അമ്മ, ഓപ്ഷൻ ബി അവൻ്റെ അർദ്ധ സഹോദരന്മാർ, ഓപ്ഷൻ സി അവൻ്റെ ഭാര്യ. ഓപ്ഷൻ സി അവൻ്റെ ഭാര്യ. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി അവൻ്റെ അർദ്ധ സഹോദരന്മാർ.
ചോദ്യം 9. ജഫ്തായെ പുറത്താക്കിയതിന് ശേഷം അവൻ എവിടെയാണ് താമസിച്ചത്? ഓപ്ഷൻ എ തോബ് ദേശത്ത്, ഓപ്ഷൻ ബി ഗിലയാദിൽ, ഓപ്ഷൻ സി മിസ്പായിൽ. ഓപ്ഷൻ സി മിസ്പായിൽ. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ എ തോബ് ദേശത്ത്. ചോദ്യം 10. അമോന്യർ ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ എന്തുണ്ടായപ്പോഴാണ് ഇസ്രായേൽ മൂപ്പന്മാർ ജഫ്തായെ സമീപിച്ചത്? ഓപ്ഷൻ എ ഇസ്രായേൽ സൈന്യം ദുർബലമായപ്പോൾ, ഓപ്ഷൻ ബി അവർക്ക് ഒരു നേതാവ് ഇല്ലാതായിരുന്നപ്പോൾ, ഓപ്ഷൻ സി അമോന്യർക്ക് ശക്തമായ സൈന്യമുണ്ടായപ്പോൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ സി അമോന്യർക്ക് ശക്തമായ സൈന്യം വന്നപ്പോൾ. ഉത്തരം ശരിയാണ്. പക്ഷേ എല്ലാ ഉത്തരങ്ങളും ഈ ചോദ്യത്തിന് അനുയോജ്യമായ ഉത്തരങ്ങൾ തന്നെയാണ്. ചോദ്യം 11. ജഫ്തായുടെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ തോബ്, ഓപ്ഷൻ ബി ഗിലയാദ്, ഓപ്ഷൻ സി മിസ്പ, ഓപ്ഷൻ ഡി അരോവർ. ഓപ്ഷൻ സി മിസ്പ. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി ഗിലയാദ്. ചോദ്യം 12. ജഫ്തായെ സ്വന്തം സഹോദരന്മാർ പുറന്തള്ളാൻ കാരണമെന്ത്? ഓപ്ഷൻ എ അവൻ ബലഹീനനായിരുന്നു, ഓപ്ഷൻ ബി അവൻ വേശ്യാപുത്രനായിരുന്നു, ഓപ്ഷൻ സി അവൻ ശത്രുക്കളോട് ചേർന്നു, ഓപ്ഷൻ ഡി അവൻ അന്യനാട്ടിൽ നിന്ന് വന്നവനായിരുന്നു. ഓപ്ഷൻ ബി അവൻ വേശ്യപുത്രനായിരുന്നു. ഉത്തരം ശരിയാണ്. ചോദ്യം 13. തോബിൽ വെച്ച് ജഫ്തായോട് ചേർന്ന സംഘം എങ്ങനെയുള്ളതായിരുന്നു? ഓപ്ഷൻ എ പുരോഹിതന്മാർ, ഓപ്ഷൻ ബി കൊള്ള ചെയ്ത് നടന്നവർ, ഓപ്ഷൻ സി സൈനികർ, ഓപ്ഷൻ ഡി വ്യാപാരികൾ. ഓപ്ഷൻ ബി കൊള്ള ചെയ്ത് നടന്നവർ. ഉത്തരം ശരിയാണ്. ചോദ്യം 14. ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ആദ്യം ഉന്നയിച്ച ചോദ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്, ഓപ്ഷൻ ബി എന്തിനാണ് എന്നെ വെറുക്കുകയും ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തത്, ഓപ്ഷൻ സി എത്ര പ്രതിഫലം ലഭിക്കും, ഓപ്ഷൻ ഡി യുദ്ധം എവിടെ വെച്ചാണ് നടക്കുക. ഓപ്ഷൻ സി എത്ര പ്രതിഫലം ലഭിക്കും. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി എന്തിനാണ് എന്നെ വെറുക്കുകയും ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തത്. ചോദ്യം 15. അമോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് എന്താവശ്യപ്പെട്ടു? ഓപ്ഷൻ എ യുദ്ധം നിർത്താൻ, ഓപ്ഷൻ ബി തനിക്ക് കീഴടങ്ങാൻ, ഓപ്ഷൻ സി ഇസ്രായേൽ കൈവശപ്പെടുത്തിയ സ്ഥലം തിരികെ തരുവാൻ, ഓപ്ഷൻ ഡി സമാധാന കരാർ ഒപ്പിടാൻ. ഓപ്ഷൻ എ യുദ്ധം നിർത്താൻ. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ സി ഇസ്രായേൽ കൈവശപ്പെടുത്തിയ സ്ഥലം തിരികെ തരുവാൻ. അങ്ങനെ 11-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും പരിചയപ്പെട്ടു. ഇനി അടുത്ത അധ്യായവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.